ലൈറ്റ്സ് അപ്പിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ജോബ് നോട്ടിഫിക്കേഷൻ ആദ്യമേ ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. വേക്കൻസി എന്ന് പറയുന്നത് ഇൻ്റലിജൻറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡിലെ ഡൽഹിയിൽ ആസ്ഥാനമായിട്ടുള്ള കമ്പനിയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഡൽഹിയുടെ ഒരു GNCT ഏത് ഡിപ്പാർട്ട്മെൻറ്റോ, അതായത് ഡിപ്ലോയ്മെൻറ്റിന് വേണ്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇത് വിൻഡോസ് ടൈം സ്ലോട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയാണ്. അതായത് 16/9/2021 12 മണി വരെ നിങ്ങൾക്ക് ഇതിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. മിനിമം ഒരു ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ പോസ്റ്റ് ആയതുകൊണ്ട് മിനിമം 10+2 പാസ്സായിട്ടുള്ളവർക്കും വർക്കിംഗ് നോളജ് ഒരു MS ഓഫീസിലും 30 മിനിറ്റ് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. 19,291 രൂപയാണ് നിങ്ങൾക്കിതിൽ വേജസ് ആയിട്ട് കിട്ടുന്നത് മാസം. പിന്നെ കൂടാതെ ഇതിന് എക്സാമോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അവർ സ്കിൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട്, അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID, വാലിഡ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പർ, ആക്റ്റീവ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പർ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആവശ്യം. കാരണം അവരുടെ ഇൻട്രാക്ഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ വഴിയോ മാത്രമായിരിക്കും അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം രജിസ്ട്രേഷൻ ഫീസ് ഒരു 1000 രൂപയുണ്ട്. അതായത് നിങ്ങൾക്ക് 200 രൂപ നിങ്ങൾ ടൈപ്പിംഗ് ടെസ്റ്റിന് പോകുമ്പോഴും പിന്നീട് 800 രൂപ ബാലൻസ് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. സോ അത് കഴിഞ്ഞതിന് ശേഷം എലിജിബിലിറ്റി കെയർഫുള്ളി നിങ്ങൾ എന്തായാലും എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ പ്യുവർലി ഇത് പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷനിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റ് അവർ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലായിരിക്കും ഇത് പറഞ്ഞിരിക്കുന്ന റിക്വയർമെൻറ്റ്. പക്ഷേ നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ, അതായത് ഡൽഹിയിൽ നിന്ന് മാറി എങ്ങോട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട്. നിങ്ങൾക്ക് ട്രാവൽ അലവൻസോ അല്ലാതെ അക്കോമഡേഷൻ അലവൻസോ ഒന്നും തന്നെ കിട്ടുന്നില്ല. 10ാം ക്ലാസ് മാർക്ക് ഷീറ്റും 10+2 സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും പാൻ കാർഡ്, ആധാർ കാർഡ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോസും കാര്യങ്ങളും, പിന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നും ഡോക്യുമെൻറ്റ്സ് ഇൻക്ലൂഡിങ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വെരിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടു ചെല്ലണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാനിതിൻ്റെ ഓൺലൈനായിട്ടുള്ള വെബ്സൈറ്റ് www.icsil.in എന്ന് പറയുന്ന അവരുടെ ഈ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ അതിൽ കയറിയതിന് ശേഷം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സഹായിക്കുന്നതായിരിക്കും. സോ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.